അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1331, സൂറത്ത് യൂനുസ് 21 മുതൽ 23 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا أذقنا الناس رحمة من بعد ضراء مستهم إذا لهم مكر في آياتنا قل الله أسرع مكرا إن رسلنا يكتبون ما تمكرون هو الذي يسيركم في البر والبحر حتى إذا كنتم في الفلك وجرين بهم بريح طيبة وفرحوا بها جاءتها ريح عاصف وجاءهم الموج من كل مكان وظنوا أنهم أحيط بهم دعوا الله مخلصين له الدين لئن أنجيتنا من هذه لنكونن من الشاكرين فلما أنجاهم إذا هم يبغون في الأرض بغير الحق يا أيها الناس إنما بغيكم على أنفسكم متاع الحياة الدنيا ثم إلينا مرجعكم فننبئكم بما كنتم تعملون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإذا أذقنا الناس رحمة, ജനങ്ങൾക്ക് നാം അനുഗ്രഹം അനുഭവിപ്പിച്ചാൽ, മിൻബാദി ളറാഅ മസ്സത്തുഹും, അവരെ ബാധിച്ച ബുദ്ധിമുട്ടുകൾക്കു ശേഷം അനുഗ്രഹം അവരെ നമ്മൾ അനുഭവിപ്പിച്ചാൽ, ഇദാ ലഹും മക്റുൻ ഫീ ആയാതിന, ആ സമയത്ത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചില കുതന്ത്രങ്ങൾ അവർക്ക് പ്രയോഗിക്കലുണ്ട്. ഖുൽ, നബിയെ അങ്ങ് പറയുക, അല്ലാഹു അസ്റഉ മക്റ, അല്ലാഹു തആല കുതന്ത്രങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രതിഫലം നൽകുന്നവനാണ് എന്ന്. ഇന്ന റുസുലന, നിശ്ചയം നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ, യക്തുബൂന മാ തംകുറൂൻ, നിങ്ങൾ നടത്തുന്ന കുതന്ത്രങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹരി, അല്ലാഹു തആല നിങ്ങളെ കരയിലും കടലിലും സഞ്ചരിപ്പിക്കുന്നവനാണ്. ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽക്കി, നിങ്ങൾ കപ്പലിലായിരിക്കുമ്പോൾ, വജറൈന ബിഹിം, അവരെക്കൊണ്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നു ആ കപ്പൽ, ബിരിയഹിൻ തയ്യിബിൻ, നല്ല കാറ്റോടുകൂടെ, വഫരിഹു ബിഹാ, അതുകൊണ്ടവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നല്ല കാറ്റിന്റെ സഹായത്തോടുകൂടെ കപ്പലിൽ അവർ സുഗമമായി യാത്ര ചെയ്ത് സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ജാഅത്ഹാ റിയഹുൻ ആസിഫ്, വളരെ ശക്തമായ ഒരു കാറ്റ്, കൊടുങ്കാറ്റ് അവർക്ക് വരുന്നു, അല്ലെങ്കിൽ ആ കപ്പലിന് വരുന്നു. വജാഅഹുമുൽ മൗജു, അവരുടെ അടുത്തേക്ക് തിരമാലകൾ വരികയും ചെയ്യുന്നു. മിൻകുല്ലി മക്കാനിൻ, എല്ലാ ഭാഗത്തു നിന്നും. വളന്നു, അവർ വിചാരിക്കുകയും ചെയ്യുന്നു. അന്നഹും മുഹീത ബിഹിം, നിശ്ചയം അവർ അതുമായി വലയം ചെയ്യപ്പെട്ടുവെന്ന്. അതായത് ആ കടലിൽ ഞങ്ങൾ കുടുങ്ങി, ഇനി രക്ഷപ്പെടില്ല എന്നൊരു കണ്ടീഷൻ അവർക്ക് വരുന്നു. ആ സമയത്ത് ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മതത്തെ അള്ളാഹുവിന് തരിപ്പിക്കുന്നവരായ നിലക്ക് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി, ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തിയാൽ, ലനകൂനന്ന മിനശാക്കിരീൻ, ഞങ്ങൾ നന്ദിയുള്ളവരിൽ ആവുക തന്നെ ചെയ്യും എന്നവർ അള്ളാഹുവിനോട് പറയും. എന്നിട്ട് ഫലമ്മ അഞ്ചാഹും, അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാലോ, ഇദാഹും യബ്ഗൂന ഫിൽ അർളി, അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കുന്നവരാകും, ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ. യാ അയ്യുഹന്നാസോ, ജനങ്ങളെ, ഇന്നമാ ബഗയുക്കും അലാ അൻഫുസിക്കും, നിങ്ങളുടെ അതിക്രമം നിങ്ങൾക്കെതിരെ തന്നെയാണ്. അഥവാ ഈ അതിക്രമത്തിന്റെ ദുരിതം നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്. മതാഅൽ ഹയാത്തി ദുനിയ,
ഭൗതിക ജീവിതത്തിന്റെ ഏതാനും സുഖാനുഭവം മാത്രമാണ് ഇതുവഴി നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്. സുമ്മയിലൈനാ മർജിഉക്കും, പിന്നീട് നിങ്ങളുടെ മടക്കം നമ്മുടെ അടുത്തേക്കാണ്. ഫനുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നാം വിവരം പറഞ്ഞു തരുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരാകരിക്കാനും നിഷേധിക്കാനും ഓരോ പുതിയ പുതിയ കുതന്ത്രങ്ങൾ കണ്ടെത്തിയിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ നബി തങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെടും വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെടാത്തത് എന്ന്. അതിന് അള്ളാഹു പറഞ്ഞ മറുപടിയായിരുന്നു കഴിഞ്ഞ ആയത്തിൽ, എന്ത്? അദൃശ്യം അള്ളാഹുവിനുള്ളതാകുന്നു, അതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അവനാണ് തീരുമാനിക്കുക, നമുക്ക് കാത്തിരിക്കാമെന്ന്. അതേപോലെ മറ്റൊരു മറുപടി തന്നെയാണ് ഇവിടെ അവരുടെ ആ സന്ദേഹത്തിനുള്ളൊരു മറുപടി തന്നെയാണ് ഈ സൂക്തത്തിലും, അഥവാ 21-ാം സൂക്തത്തിലും അല്ലാഹു തആല പറയുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ അല്ലാത്ത മറ്റെന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ തെളിവായി കൊണ്ടുവരാമോ എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറുപടിയാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഏത് തെളിവ് തരണം, അതെപ്പോ തരണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹു ആണ് എന്ന്. മറ്റൊരു മറുപടിയാണ് ഈ ആയത്തിൽ പറയുന്നത്. എന്താണ്? എന്ത് തെളിവുകൾ കിട്ടിയാലും ആ തെളിവുകൾക്ക് നേരെ കൊഞ്ഞനം കുത്തുക എന്ന നിലപാടായിരിക്കും നിഷേധികൾക്കുണ്ടാവുക. അതായത് ഏത് തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്നാലും ആ തെളിവുകൾ ഒന്നും തന്നെ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ലെന്ന് മാത്രമല്ല, അവരവരുടെ നിഷേധത്തിലും വഴികേടിലും അതേപോലെ വിവരക്കേടിലും തന്നെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരാവശ്യപ്പെടും വിധത്തിലുള്ള മോചിതത്വങ്ങൾ പ്രകടമാക്കുന്നതിൽ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവണമെന്നില്ല എന്ന് ആണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ആയത്തിലും. അതാണ് വൈദാ അദഖനന്നാസ റഹ്മതൻ, ജനങ്ങൾക്ക് നാം അനുഗ്രഹം, കാരുണ്യം അനുഭവിപ്പിച്ചാൽ, മിൻബാദി ളറാഅ മസ്സത്തുഹും, അവരെ ബാധിച്ച ബുദ്ധിമുട്ടുകൾക്ക് ശേഷം. അപ്പൊ ജനങ്ങൾക്ക് വലിയ പ്രയാസം, ഒരു പ്രതിസന്ധി വന്നു. ആ പ്രതിസന്ധി വന്നതിന് ശേഷം അവർക്ക് സന്തോഷം അല്ലാഹു തആല നൽകിയാൽ, നേരത്തെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ പടച്ചോനെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങളെ നന്നായേക്കാം എന്നൊക്കെ ഇവർ പറയുമെങ്കിലും പ്രയാസം മാറി സന്തോഷം വന്നാൽ അവർ അതൊക്കെ മറന്ന് വീണ്ടും ധിക്കാരത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറും എന്നാണ് അല്ലാഹു പറയുന്നത്. ഈ ആയത്ത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലത്തെ സംബന്ധിച്ച് മഹാനായ അബൂ ഹയ്യാൻ തങ്ങൾ അവിടുത്തെ ബഹറുൽ മുഹീത്ത് തഫ്സീറിൽ പറയുന്നത് കാണാം. അന്നഹു ലമ്മാ ദഅ അഹ്ലി മക്ക അല അഹ്ലി മക്കത അർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കക്കാരുടെ വല്ലാത്ത അതിക്രമങ്ങൾ വർദ്ധിച്ചൊരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തി. എന്ത് പ്രാർത്ഥന? ബിൽ ജദ്ബി, അവർക്ക് വരൾച്ച കൊണ്ട് ഒരു പരീക്ഷണം നൽകണമെന്ന്. അങ്ങനെ പരീക്ഷണം നൽകണമെന്ന് മുത്തുനബി ദുആ ചെയ്തപ്പോൾ അവർക്ക് 7 വർഷം അതിശക്തമായിട്ടുള്ള വരൾച്ചയുണ്ടായി, വെള്ളക്ഷാമം അനുഭവപ്പെട്ടു. അങ്ങനെ അനുഭവപ്പെട്ടപ്പോൾ ഫാത്താഹു അബൂ സുഫിയാൻ, അന്ന് ശത്രുക്കളുടെ നേതാവാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, പിന്നീട് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായി മാറിയിട്ടുണ്ട്. അബൂ സുഫിയാൻ എന്നവർ വന്നു നബിതങ്ങളുടെ അടുത്ത്. എന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഉദുഉ ലനാ ബിൽ ഖസ്ബ്, ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാർക്കണം. ഞങ്ങൾക്ക് സമൃദ്ധിയും സന്തോഷവും ഉണ്ടായാൽ സദ്ദഖന, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാം എന്ന് അബൂ സുഫിയാൻ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു. അതായത് അവരെ കൊണ്ടാവും വിധത്തിലുള്ള എല്ലാ പരിപാടികളും ഒപ്പിച്ചു നോക്കി ഒരു ഫലവും ലഭിക്കുന്നില്ല. അപ്പൊ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ദ്വാർപ്പിക്കലല്ലാതെ വഴിയൊന്നുമില്ലാന്ന് ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ നിങ്ങളിതിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി തന്നാൽ, ഇതിന്റെ ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങിയാൽ ഞങ്ങൾ വിശ്വാസത്തിന്റെ വിശുദ്ധിയിലേക്ക് കടന്നു വരാമെന്ന് അദ്ദേഹം ഓഫറും കൊടുത്തു. അങ്ങനെ ഫസഅലല്ലാഹു ലഹും, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചവനോട് ദ്വാർന്നു. അങ്ങനെ ഫസുഖൂ വലം യുഅ്മിനൂ, അവർക്ക് മഴ ലഭിച്ചു. ബുദ്ധിമുട്ടാകുന്ന വരൾച്ചയ്ക്ക് ശേഷം മഴയാകുന്ന സമൃദ്ധിയും കാരുണ്യവും അല്ലാഹു തആല അവർക്ക് നൽകി. അത് നൽകിയപ്പോൾ സ്വാഭാവികമായും അവരെന്താ ചെയ്യേണ്ടിയിരുന്നത്? അവർ നബിതങ്ങളോട് പറഞ്ഞതുപോലെ മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ അവർ വീണ്ടും നിഷേധത്തിന്റെ സ്വഭാവത്തിലേക്ക് തിരിച്ചുപോയി.
അതാണ് ഇവിടെ പറയുന്നത്. വൈദാ അദഖനന്നാസ റഹ്മത്തൻ മിൻ ബഅദി ളറഅ മസ്സതുഹും, അവരെ ബാധിച്ച ബുദ്ധിമുട്ടുകൾക്ക് ശേഷം അവർക്ക് നമ്മൾ അനുഗ്രഹങ്ങളെ അനുഭവിപ്പിച്ചാൽ, ഇദാ ലഹും മക്റുൻ ഫി ആയാത്തിന, ആ സമയത്ത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവർ ചില ചതിപ്രയോഗങ്ങൾ നടത്തുന്നു. എന്താ ചതിപ്രയോഗങ്ങൾ നടത്തുന്നു വെച്ചാൽ, ഇമാം മുജാഹിദ് റഹിമഹുള്ള പറഞ്ഞതായി ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു, ഇസ്തിഹ്സാഉം വതക്ദീബുൻ, അവർക്ക് ചില പരിഹാസങ്ങളും നിഷേധിക്കലുമാണ് ഉടനെ കടന്നു വരുന്നത്. അതായത് ആ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചാൽ അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ വിശ്വസിക്കാനും ആ അനുഗ്രഹം അള്ളാഹു തആല അവർക്ക് നൽകുന്നതിന് കാരണക്കാരനായി പ്രവർത്തിച്ച നബിതങ്ങളെ ഉൾക്കൊള്ളാനും അവരോടൊരു നല്ല വാക്ക് പറയാനുമല്ല അവർ സമയം കണ്ടെത്തുക. അവർ അതിന് വേറെ ആളുകളെ കാണും. അതിന്റെ പേറ്റന്റ് മറ്റു ശക്തികൾക്ക് അവർ വകവെച്ചു കൊടുക്കും. ഉദാഹരണമായി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ഒരു സംഗതി എന്ത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാ ബിഹിമുസ് സുബ്ഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടിയിട്ട് സുബഹി നിസ്കരിച്ചു. ഒരു മഴ, രാത്രിയിൽ മഴ പെയ്തതിന്റെ പിറ്റേ സുബഹിക്ക്, രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ആ സുബഹിക്ക് റസൂലുള്ളാഹി ജനങ്ങളെ കൊണ്ട് സുബഹി നിസ്കരിച്ചിട്ട് സുമ്മ ഖാല, തങ്ങൾ പറഞ്ഞു, ഹൽ തദറൂന മാദാ ഖാല റബ്ബുകുമുൽ ലൈല, ഇന്നലത്തെ രാത്രിയെ സംബന്ധിച്ച് തങ്ങളുടെ നാഥനായ അള്ളാഹു എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ലല്ലോ നബിയെ എന്ന് അവർ സഹാബത്ത് പറഞ്ഞു. ഖാലാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ല പറഞ്ഞിരിക്കുന്നു എന്ത്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, എന്റെ അടിമകളിൽ നിന്ന് ചിലർ ഇന്ന് പ്രഭാതത്തിലാകുന്നത് എന്നെക്കൊണ്ട് വിശ്വസിച്ചവരായ നിലക്കും മറ്റു ചിലർ പ്രഭാതത്തിലാവുന്നത് എന്നെ നിഷേധിച്ച നിലക്കുമാണ്. അതായത് അമ്മാമൻ കാല മുസിർനാ ബിഫളില്ലാഹി വറഹ്മതി, അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും കൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകപ്പെട്ടു എന്ന് പറഞ്ഞവർ ഫദാലിക മുഅ്മിനും ബി വകാഫിറും ബിൽ കൗക്കബ്, അവരെന്നെക്കൊണ്ട് വിശ്വസിച്ചവരും നക്ഷത്രങ്ങളെ നിഷേധിച്ചവരുമാണ്. അതേസമയത്ത് അമ്മാമൻ കാല പറഞ്ഞവർ മുസിർനാ ബിനൗഇ കദാ വകദാ, ഇന്നാലിന്ന നക്ഷത്രത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് മഴ ലഭിച്ചത്, ഇന്ന ഞാറ്റുവേല ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന നക്ഷത്രം ഇന്ന പ്രദേശത്തെത്തിയത് കൊണ്ടാണ് മഴയുണ്ടായത്, അപ്പൊ നക്ഷത്രമാണ് മഴ തന്നത് എന്ന് പറയുന്ന ആളുകൾ ഫദാക കാഫിറും ബി മുഅ്മിനും ബിൽ കൗക്കബ്, അവർ നക്ഷത്രത്തെ വിശ്വസിക്കുകയും എന്നെ നിഷേധിക്കുകയും ചെയ്തവനാണ്. അപ്പൊ അതിശക്തമായിട്ടുള്ള വരൾച്ചയുടെ ദാരിദ്ര്യം അവർക്ക് അനുഭവിപ്പിച്ചതിന് ശേഷം മഴയുടെ സമൃദ്ധിയും അതേപോലെ തന്നെ വെള്ളത്തിന്റെ സന്തോഷവും അല്ലാഹു തആല അവർക്ക് നൽകിയപ്പോൾ അത് നൽകിയ അള്ളാഹുവിനെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാകുന്നതിന് പകരം അവർ അതിന്റെ പേറ്റന്റ് ആർക്ക് കൊടുക്കുകയാണ്? ഈ നക്ഷത്രങ്ങൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന സ്വഭാവം തന്നെ അവർ സ്വീകരിക്കുകയാണ്. അതാണ് ഇദാ ലഹും മക്റുൻ ഫി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു തരം ചതിപ്രയോഗമാണ് അവർക്കുണ്ടാവുക. കുൽ, നബിയെ തങ്ങൾ പറയുക, ഇങ്ങനത്തെ നിഷേധ നിലപാട് സ്വീകരിക്കുന്ന ആളുകളോട് അല്ലാഹു അസ്റഉ മക്ര, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ചതിക്കുള്ള പ്രതിഫലം നൽകുന്നവനാണ്. അതായത് ഇത്തരം ചതിക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ അല്ലാഹു തആല ചിലപ്പോഴൊക്കെ നൽകാതിരിക്കുന്നത് വീണ്ടും സാവകാശം നൽകി വീണ്ടും വിചാരത്തിനുള്ള അവസരമുണ്ടാക്കുക എന്ന നിലക്കായിരിക്കും. ഇന്ന റസൂലനാ യക്തുബൂന മാ തംകുറൂൻ, നിങ്ങൾ നടത്തുന്ന ചതിപ്രയോഗം നമ്മുടെ ദൂതന്മാർ അഥവാ മനുഷ്യന്റെ അമലുകൾ രേഖപ്പെടുത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന ബഹുമാനികളായ മലക്കുകൾ, കിറാമുൻ കാത്തിബീൻ എന്ന് പറയുന്ന മലക്കുകൾ, ആ മലക്കുകൾ നിങ്ങളുടെ ചതികൾ എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല നിങ്ങൾക്കതിന് പരലോകത്ത് പ്രതിഫലം തരികയും ചെയ്യും എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതായത് നിഷേധികളായി ജീവിക്കുന്ന ആളുകൾ ആ നിഷേധത്തിൽ അവർ വിജയിച്ചു എന്ന് വിചാരിക്കണ്ട. അവർക്ക് അർഹമായ ശിക്ഷകൾ കൊടുക്കേണ്ട സമയത്ത് അല്ലാഹു തആല നൽകും. അതുവരെ ജീവിക്കാൻ അവസരം നൽകുന്നത് അവരുടെ ഈ തെറ്റും തോന്നിവാസവും അല്ലാഹു അംഗീകരിച്ചതുകൊണ്ടല്ല, മറിച്ച് വീണ്ടും വിചാരത്തിനുള്ള സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും നൽകാനും ധിക്കാരികൾക്ക് അല്ലാഹു തആല പറ്റിയ സമയത്ത് ശിക്ഷ കൊടുക്കാനുമാണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നു അല്ലാഹു തആല, ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം തന്നവനാണ് അല്ലാഹു തആല. അതായത് കടലിലൂടെ യാത്ര ചെയ്യുമ്പോഴും കരയിലൂടെ യാത്ര ചെയ്യുമ്പോഴും യാത്ര ചെയ്യാൻ ആവശ്യമായ അവസരം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നു. ആവശ്യമായിട്ടുള്ള കാവൽ അവൻ ഒരുക്കി തരുന്നു. ആവശ്യമായിട്ടുള്ള സേഫ്റ്റി അല്ലാഹു തആല ഉണ്ടാക്കുന്നു.
അങ്ങനെ ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽക്കി, നിങ്ങൾ കപ്പലിൽ ആയിരിക്കെ, വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബത്തിൻ, നല്ല കാറ്റോടുകൂടെ ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ, വഫരിഹു ബിഹാ, അതുകൊണ്ട് അവർ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ, നല്ല സമൃദ്ധമായ കാറ്റിന്റെ സഹായത്തോടുകൂടെ അവരുടെ കപ്പൽ സുഗമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരതാ സന്തോഷിക്കുന്നു. നല്ല യാത്രയാണ്, സുഖകരമായ യാത്രയാണ് എന്ന ആനന്ദം അവർക്ക് വരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കെ ജാഅത്ഹാ റിഹുൻ ആസിഫുൻ, അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് ആ കപ്പലിനെ ബാധിക്കുന്നു, കപ്പലിന്റെ അടുത്തേക്ക് വരുന്നു. വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മക്കാൻ, എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് തിരമാലകൾ വരികയും ചെയ്യുന്നു. അതായത് കപ്പൽ നല്ല സുഗമമായി നല്ല കാറ്റിന്റെ, ശാന്തമായ കാറ്റിന്റെ സൗകര്യത്തോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് അന്തരീക്ഷത്തിന് മാറ്റം വരുന്നു, കാറ്റും കോളും നിറയുന്ന അന്തരീക്ഷം വരുന്നു. അങ്ങനെ തിരമാലകൾ അടിച്ചു വീശുന്നു എല്ലാ ഭാഗത്തുനിന്നും. വലന്നു അന്നഹും മുഹീത ബിഹിം, നിശ്ചയം അവരുമായി ആ കാറ്റും അതേപോലെ തന്നെ ഈ ദുരിതങ്ങളും അവരെ വലയം ചെയ്യപ്പെട്ടു എന്നവർ വിചാരിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നശിച്ചിരിക്കുന്നു, ഇനി ഇതൊന്ന് രക്ഷപ്പെടാൻ പഴുതില്ല എന്ന കണ്ടീഷനിൽ അവരെത്തുന്നു. ആ സമയത്ത് ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഒരു മതത്തെ അള്ളാഹുവിന് തരിപ്പിക്കുന്നവരായ നിലക്ക് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കും, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് അവർ ദ്വാർക്കും. എന്താ ദ്വാർക്ക? ലൈൻ നഞ്ചൈതനാ മിൻ ഹാദിഹി, പടച്ചോനെ ഞങ്ങളെ ഇതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയാൽ ലനകൂനന്ന മിനശ് ശാകിരീൻ, ഞങ്ങൾ നന്ദിയുള്ളവരിൽ ഉൾപ്പെടും. അതായത് ലാ നുശ്രികു ബിക അഹദ, പിന്നെ ഞങ്ങൾ മറ്റൊരാളെയും നിന്നോട് പങ്കു ചേർക്കുകയില്ല, നീയല്ലാത്തൊരു ദൈവത്തെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. വലനുഫ്രിദന്നക ബിൽ ഇബാദത്തി ഹുനാക കമാ അഫ്റദനാക ബിദ്ദുആഇ ഹാഹുനാ, കരയിലേക്കെത്തിയാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന സ്വഭാവം ഞങ്ങൾ തുടങ്ങിക്കോളാം. ഇപ്പൊ കടലിലെത്തിയപ്പോൾ ഞങ്ങളെ ദൈവങ്ങളൊക്കെ വിട്ട് നിന്നെ മാത്രം ഞങ്ങൾ വിളിച്ചില്ലേ, അതേപോലെ നിന്നെ മാത്രം ഞങ്ങൾ കരയിലും ആരാധിച്ചോളാമെന്നവർ പറയും. എന്നാൽ അങ്ങനെ പറയുന്ന ആളുകൾ ഫലമ്മ അഞ്ചാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ ഇദാഹും യബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവുമില്ലാതെ അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കുന്നു. അതായത് കടലിൽ കുടുങ്ങിയപ്പോ ഈ നിലക്ക് പ്രാർത്ഥിച്ച് അവർ കരയിലെത്തി സുരക്ഷിതമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർ വീണ്ടും പഴയ ശിർക്കിന്റെ അഥവാ അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന നിലപാടിലേക്ക് തന്നെ പോകുന്നു. അതിന് അല്ലാഹു പറയുന്ന മറുപടി, യാ അയ്യുഹന്നാസോ, ജനങ്ങളെ, ഇന്നമാ ബഗയുക്കും അലാ അൻഫുസിക്കും, നിങ്ങളുടെ ഈ അതിക്രമം അത് നിങ്ങൾക്കെതിരെ തന്നെയാണ് നിങ്ങൾ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ദുരിതവും അതിന്റെ ശിക്ഷയും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിനോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരാത്തതിന്റെ പേരിൽ ഒരു നഷ്ടവും വരാനില്ല. അതേസമയത്ത് നിഷേധത്തിന്റെ ആൾരൂപങ്ങളായി നിങ്ങൾ മുന്നോട്ട് പോയതിന് അർഹമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. അത് കിട്ടുന്നത് വരെയുള്ള നിങ്ങളുടെ ഈ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ അത് മതാഅൽ ഹയാത്തി ദുനിയാ, ഭൗതിക ജീവിതത്തിന്റെ ചില താൽക്കാലിക സുഖങ്ങൾ മാത്രമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുമ്മ ഇലൈനാ മർജിഉക്കും, അതിനുശേഷം നിങ്ങളെ നമ്മിലേക്കാണ് മടക്കപ്പെടുന്നത്. ഫനുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് നമ്മൾ നിങ്ങൾക്ക് വിവരം തരികയും ചെയ്യും. അതായത് നിങ്ങൾ എന്തൊക്കെയാണ് ഭൂമിയിൽ ചെയ്തത്, ആ ചെയ്ത പ്രവർത്തനങ്ങളിൽ ധിക്കാരത്തിന്റെ അളവ് എത്രമാത്രം ഉണ്ടായിരുന്നു, നിഷേധത്തിന്റെ ക്വാണ്ടിറ്റി ഏതു വിധത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് നമ്മൾ വിശദീകരിച്ചു തരും. എന്നിട്ട് അതിനൊക്കെ അർഹമായിട്ടുള്ള ശിക്ഷ അല്ലെങ്കിൽ അതിന് അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഇതാണ് ഇവിടെ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഖൗലുഹു മതാഅൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ സുഖങ്ങൾ അതാണ് നിങ്ങൾക്ക് ചില ഇന്നമാലക്കും, നിശ്ചയം നിങ്ങൾക്കുണ്ട് മതാഅഫിൽ ഹയാത്തിദ് ദുനിയ അദ്ദനീഅത്തിൽ ഹഖീറ, വളരെ നിസ്സാരമായിട്ടുള്ള വളരെ താഴ്ന്ന ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ ചില സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ട്. എന്നാൽ ആ സുഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം അവസാനിച്ചാൽ സുമ്മയിലീന മർജിഉക്കും, നിങ്ങളുടെ മടക്കം നമ്മിലേക്ക് തന്നെയാണ്. അങ്ങനെ നമ്മിലേക്ക് മടങ്ങിയാൽ ഫനുഖ്ബിറുക്കും ബിജമീഇ അഅ്മാലിക്കും, നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തെ സംബന്ധിച്ചും നിങ്ങൾക്ക് നമ്മൾ അറിവ് തരും, പറഞ്ഞു തരും. വനൂഫീക്കും ഇയ്യാഹ, അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയും ചെയ്യും. അതുകൊണ്ട് ഫമൻ വജദ ഖൈറൻ, ആ പ്രതിഫലം ലഭിക്കുന്ന സമയത്ത് നന്മ ആരെങ്കിലും എത്തിച്ചാൽ ഫല്യഹ്മദില്ല, അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ, നന്നായി ജീവിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയതിന്.
അതേസമയത്ത് ഒമം വജദ ഗൈറ ദാലിക, നന്മ അല്ലാത്തതാണ് എത്തിക്കുന്നതെങ്കിൽ, അഥവാ തിന്മയുടേതായിട്ടുള്ള സ്വഭാവങ്ങളിലൂടെ കടന്നുപോകാനുള്ള അവസരമാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവനെ അല്ലാതെ ആക്ഷേപിക്കേണ്ടതില്ല. അഥവാ ആ തിന്മ പ്രതിഫലം കിട്ടാൻ ആവശ്യമായ വിധത്തിൽ ജീവിതത്തിൽ പാപത്തിന്റേതായിട്ടുള്ള വല്ലാത്തൊരു ശൈലി നിങ്ങൾ കൊണ്ടുപോയതിന്റെ ദുരിതമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിവരം നൽകുകയാണ്. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചും നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അല്ലാഹു തആല പരീക്ഷണങ്ങൾ വല്ലതും നൽകുമ്പോൾ ഇതെന്റെ റബ്ബ് എനിക്ക് കൂടുതൽ കൂടുതൽ വിശ്വാസത്തിന്റെ വിശുദ്ധിയിലേക്ക് കടന്നുവരാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ഏതു പ്രയാസങ്ങൾ ഉണ്ടായാലും ആ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റുന്നവൻ ആത്യന്തികമായി അല്ലാഹു തന്നെയാണ് എന്ന ഓർമ്മ നമുക്ക് വേണം. ആ രൂപത്തിൽ ഈമാനികമായ പുരോഗതിയിലെത്താൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.